അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ രണ്ടാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനു മുമ്പ് തന്നെ നമ്മൾ ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, അതുപോലെ തന്നെ ഫിഖുൽ ഇസ്ലാം, അഹ്കാമുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അത് രണ്ടും നിങ്ങൾക്ക് ഒന്ന് തന്നെയാണ്. ഫിഖുൽ ഇസ്ലാം, അഹ്കാമുൽ ഇസ്ലാം രണ്ടും ഒന്നാണ്. തജ്വീദുൽ ഖുർആൻ, ഇതിൻ്റെ എല്ലാം ഫുൾ തദ്രീബാത്ത് വർക്കുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾ വീണ്ടും ഈ പാഠങ്ങളൊക്കെ എടുക്കുന്നത് വീഡിയോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. നമുക്ക് പാഠം നോക്കാം. അദ്ദർസു സാനി, രണ്ടാമത്തെ പാഠം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. സഫീർ, ഷമീം, ഇവർ രണ്ടുപേരും നടത്തുന്ന ഒരു സംഭാഷണമാണ് നമ്മളിവിടെ നോക്കുന്നത്. നോക്കൂ. സഫീർ: നിന്റെ അമ്മാവനാണല്ലോ ആ ഇരിക്കുന്നത്. ഷമീം: അതെ, അമ്മാവനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഷമീം സലാം ചൊല്ലി വലതു കൈ നീട്ടി മുസാഫഹത്ത് ചെയ്തു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്മാവൻ സലാം മടക്കി. രണ്ടുപേരും സംസാരിച്ചു. ശേഷം സലാം ചൊല്ലി പിരിഞ്ഞു. സഫീർ: നിന്റെ അമ്മാവനോടും നീ സലാം പറയാറുണ്ടോ? ഷമീം: അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളിൽ പെട്ടതല്ലേ സലാം പറയൽ. സഫീർ: മുസ്ലിങ്ങൾ തമ്മിൽ കടമകളുണ്ടോ? ഷമീം: അതെ, 6 കടമകളുണ്ട്. പ്രധാനപ്പെട്ട കടമകളിൽ പെട്ടതാണ് സലാം പറയൽ. സഫീർ: ഇവയെല്ലാം നിനക്കറിയാമോ? ഷമീം: അതെ, നാം മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? കണ്ടുമുട്ടിയാൽ സലാം പറയുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, ഉപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക, തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ തശ്മീത്ത് ചൊല്ലുക, രോഗിയായാൽ സന്ദർശിക്കുക, മരണപ്പെട്ടാൽ സംസ്കരണ കർമ്മങ്ങൾ ചെയ്യുക എന്നിവയാണവ. അതായത് മുസ്ലിങ്ങൾ തമ്മിലുള്ള 6 കടമകളാണ് നമ്മളിവിടെ പറഞ്ഞത്. സഫീർ: 6ൽ ഒന്നാണല്ലേ സലാം പറയൽ. ഷമീം: അതെ, ആദം നബി അലൈഹിസലാമിനോട് അള്ളാഹു പറഞ്ഞു, മലക്കുകൾക്ക് സലാം പറയുക. ആദം നബി അലൈഹിസലാം സലാം ചൊല്ലിയപ്പോൾ മലക്കുകൾ സലാം മടക്കി. സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും, നന്മയും ബറക്കത്തും കൊണ്ടുവരും. സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധമാണ്. മാത്രമല്ല സലാം പറയുന്നതിന് വലിയ പ്രതിഫലവുമുണ്ട്. സഫീർ: ആർക്കാണ് സലാം പറയേണ്ടത്? വാഹനത്തിൽ പോകുന്നവൻ നടക്കുന്നവനും, നടക്കുന്നവൻ ഇരിക്കുന്നവനും, ചെറിയവൻ വലിയവനും, ചെറിയ സംഘം വലിയ സംഘത്തിനുമാണ് സലാം പറയേണ്ടത്. ഫാസിക്കിനും മുബ്തദിഇനും സലാം പറയരുത്, മടക്കുകയും അരുത്. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള നൂതന ആശയക്കാരാണ് മുബ്തദിഉകൾ. മലമൂത്ര വിസർജനം ചെയ്യുന്നവർ, ശൗചം ചെയ്യുന്നവർ, നിസ്കരിക്കുന്നവർ, അദാനോ ഇക്കാമത്തോ വിളിക്കുന്നവർ, വല്ലതും കുടിച്ചുകൊണ്ടിരിക്കുന്നവർ, വായിൽ ഭക്ഷണം ഉള്ളവർ എന്നിവർക്ക് സലാം പറയൽ സുന്നത്തില്ല, മടക്കൽ അവർക്ക് നിർബന്ധവുമില്ല. സഫീർ: ജസാക്കല്ലാഹു ഖൈറൽ ജസാ. ഷമീം: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഫീർ: വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ സംഭാഷണത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ എങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന് പഠിച്ചു, എങ്ങനെയാണ് സലാം മടക്കേണ്ടതെന്ന് പഠിച്ചു, ആർക്കാണ് നമ്മൾ സലാം പറയേണ്ടത്, ആരോടൊക്കെയാണ് നമ്മൾ സലാം പറയേണ്ടത് എന്നൊക്കെ പഠിച്ചു. സലാം പറയുന്നതിൻ്റെ ഗുണം, നമുക്ക് കിട്ടുന്ന പ്രതിഫലം, അതെല്ലാത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആർക്കാണ് നമ്മൾ സലാം പറയാതിരിക്കേണ്ടത് അത് പഠിച്ചു. ഇനി നിങ്ങൾ ഈ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. അതിനു മുമ്പ് നോക്കൂ, ഈ പാഠത്തിന്റെ അവസാന ഭാഗത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അഫ്ഷുസ് സലാമ ബൈനക്കും, അതിന്റെ അർത്ഥം നിങ്ങൾക്കിടയിൽ സലാം പറയൽ വ്യാപിപ്പിക്കുക. ഈ ബോക്സിലൊക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നന്നായി പഠിക്കണം. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിരിക്കുന്ന വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. ഖാലുൻ അർത്ഥം അമ്മാവൻ, സഗീറുൻ അർത്ഥം ചെറിയവൻ, കബീറുൻ
അർത്ഥം വലിയവൻ. സല്ലമ സലാം പറഞ്ഞു. റദ്ദ അർത്ഥം സലാം മടക്കി. മുബ്തദിഉൻ അർത്ഥം നവീനവാദി. മരീലുൻ അർത്ഥം രോഗി. ഫാസിഖുൻ അർത്ഥം വൻ ദോഷം ചെയ്യുകയോ ചെറുദോഷം പതിവാക്കുകയോ ചെയ്യുന്നവൻ. ഹുബ്ബുൻ അർത്ഥം സ്നേഹം. ഖൈറൽ ജസാ അർത്ഥം ഏറ്റവും നല്ല പ്രതിഫലം. ഹുഖൂഖുൽ മുസ്ലിമീൻ അർത്ഥം മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകൾ. ജസാക്കല്ലാഹ് അർത്ഥം അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. തശ്മീദ് യർഹമുക്കല്ല എന്ന് പറയുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നഫ്ഹമുൽ മഅന. ഇവിടെ നമുക്ക് അർത്ഥം കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. നോക്കൂ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന്റെ അർത്ഥം അല്ലാഹു തആലയുടെ രക്ഷയും അനുഗ്രഹവും ബറക്കത്തുകളും നിങ്ങൾക്കുണ്ടാവട്ടെ. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ എത്ര? ഉത്തരം 6. രണ്ടാമത്തെ ചോദ്യം, സലാം പറയുന്നതിന്റെ വിധി എന്ത്? ഉത്തരം സുന്നത്ത്. മൂന്നാമത്തെ ചോദ്യം, സലാം അടക്കുന്നതിന്റെ വിധി എന്ത്? ഉത്തരം നിർബന്ധം. നാലാമത്തെ ചോദ്യം, സലാം പറയുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? ഉത്തരം സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും, നന്മയും ബറക്കത്തും കൊണ്ടുവരും. അഞ്ചാമത്തെ ചോദ്യം, മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ ഏതെല്ലാം? ഉത്തരം 1. കണ്ടുമുട്ടിയാൽ സലാം പറയുക. 2. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. 3. ഉപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക. 4. തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ തശ്മീത്ത് ചൊല്ലുക. 5. രോഗിയായാൽ സന്ദർശിക്കുക. 6. മരണപ്പെട്ടാൽ സംസ്കരണ കർമ്മങ്ങൾ ചെയ്യുക തുടങ്ങിയവയാണവ. ആറാമത്തെ ചോദ്യം, തശ്മീത്ത് എന്നാൽ എന്ത്? ഉത്തരം തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ യർഹമുക്കല്ല എന്ന് പറയലാണ് തശ്മീത്ത്. ഏഴാമത്തെ ചോദ്യം, മയ്യിത്ത് പരിപാലന കർമ്മങ്ങൾ ഏതെല്ലാം? ഉത്തരം മയ്യിത്തിനെ കുളിപ്പിക്കുക, മയ്യിത്ത് കഫൻ ചെയ്യുക, മയ്യിത്ത് നിസ്കരിക്കുക, മയ്യിത്ത് മറമാടുക തുടങ്ങിയവ. എട്ടാമത്തെ ചോദ്യം, മുബ്തദി ആരാണ്? ഉത്തരം മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള നൂതന ആശയക്കാരാണ് മുബ്തദിഉകൾ. ഒൻപതാമത്തെ ചോദ്യം, ഫാസിഖ് എന്ന് പറയുന്നത് ആർക്ക്? ഉത്തരം വൻ ദോഷം ചെയ്യുകയോ ചെറുദോഷം പതിവാക്കുകയോ ചെയ്യുന്നവനാണ് ഫാസിഖ്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നംല ഉൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. വായിൽ ഡേഷ് ഉള്ളവനോട് സലാം പറയൽ സുന്നത്തില്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് ഭക്ഷണം. വായിൽ ഭക്ഷണം ഉള്ളവനോട് സലാം പറയൽ സുന്നത്തില്ല. 2. ആദം നബി അലൈഹിസ്സലാമിന് ഡേഷ് സലാം പഠിപ്പിച്ചു കൊടുത്തു. അവിടെ പൂരിപ്പിക്കേണ്ടത് അല്ലാഹു തആല. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സലാം പഠിപ്പിച്ചു കൊടുത്തു. 3. തുമ്മിയാൽ ഡേഷ് പറയണം. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽഹംദുലില്ലാ. തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം. 4. സലാം പറയുന്നതിനും മടക്കുന്നതിനും ഡേഷ് പ്രതിഫലമുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് വലിയ. സലാം പറയുന്നതിനും മടക്കുന്നതിനും വലിയ പ്രതിഫലമുണ്ട്. 5. ആദം നബി അലൈഹിസ്സലാം സലാം ചൊല്ലി ഡേഷ് മടക്കി. അവിടെ പൂരിപ്പിക്കേണ്ടത് മലക്കുകൾ. ആദം നബി അലൈഹിസ്സലാം സലാം ചൊല്ലി, മലക്കുകൾ മടക്കി. 6. തുമ്മിയവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ കേട്ടവൻ ഡേഷ് പറയണം. അവിടെ പൂരിപ്പിക്കേണ്ടത് യർഹമുക്കല്ലാ. തുമ്മിയവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ കേട്ടവൻ യർഹമുക്കല്ലാ പറയണം. തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കാനുള്ളതാണ്. ആദ്യം നമുക്കതൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് യോജിച്ചത് കണ്ടെത്തിയിട്ട് നമുക്ക് നടുവിൽ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് അത് എടുത്തെഴുതാം. നോക്കൂ, സലാം പറയണം. വാഹനത്തിൽ പോകുന്നവർ, നടക്കുന്നവർ, ചെറിയവർ, ചെറിയ സംഘം. ഇനി ഇപ്പുറത്ത് നോക്കൂ, ഇരിക്കുന്നവർക്ക്, വലിയ സംഘത്തിന്, നടക്കുന്നവർക്ക്, വലിയവർക്ക്. അപ്പോൾ ഓരോന്നിനും അനുയോജ്യമായിട്ടുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. നോക്കൂ,
വാഹനത്തിൽ പോകുന്നവർ, അതിന് അനുയോജ്യമായത് നടക്കുന്നവർക്ക്. അടുത്തത് നടക്കുന്നവർ, അതിന് അനുയോജ്യമായത് ഇരിക്കുന്നവർക്ക്. ചെറിയവർ, അതിന് അനുയോജ്യമായത് വലിയവർക്ക്. ചെറിയ സംഘം, അതിന് അനുയോജ്യമായത് വലിയ സംഘത്തിന്. ഇവിടെ നോക്കൂ, ഒന്നാമത്തതിൽ നേരെ ഞാൻ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ ഉത്തരത്തിന് അനുയോജ്യമായതാണ് ഒന്നാമത്തത്. ബി, ഡി, എ, സി. ഇനി നോക്കൂ, തദ്രീബാത്തിലെ ആറാമത്തെ പ്രവർത്തനം നുൻഷിഉൽ ജുമൽ, വാക്യത്തിൽ പ്രയോഗിക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ വരുന്നത് പോലെ ഓരോ വാക്യമാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. ഒന്നാമത്തെ വാക്ക് നോക്കൂ, വർദ്ധിപ്പിക്കും. ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. സലാം, വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും. അടുത്ത വാക്ക് നോക്കൂ, പഠിപ്പിച്ചു. ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സലാം പഠിപ്പിച്ചു കൊടുത്തു. അടുത്ത വാക്ക് പറയാറുണ്ട്. ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. വിശ്വാസികൾ പരസ്പരം സലാം പറയാറുണ്ട്. അടുത്ത വാക്ക് അടുത്തെത്തി. ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. സഫീർ ഉപ്പയുടെ അടുത്തെത്തിയപ്പോൾ ഉപ്പയോട് സലാം പറഞ്ഞു. അടുത്ത വാക്ക് നോക്കൂ, അല്പസമയം. ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. ബെല്ലടിക്കുന്നതിന് അല്പസമയം മുമ്പ് വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പ്രവേശിച്ചു. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഓരോ വാക്യങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ ഏഴാമത്തെ പ്രവർത്തനം നൊയ്ദ് ഫിക്ര, പാരഗ്രാഫ് തയ്യാറാക്കാനുള്ളതാണ്. നോക്കൂ, സലാം പറയുന്നതിന്റെ വിധിയും ഗുണങ്ങളും, അതിനെ കുറിച്ചിട്ട് ഒരു ഖണ്ഡിക തയ്യാറാക്കാനുള്ളതാണ്. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നോക്കൂ, സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും, നന്മയും ബറക്കത്തും കൊണ്ടുവരും. സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധമാണ്. മാത്രമല്ല സലാം പറയുന്നതിന് വലിയ പ്രതിഫലവുമുണ്ട്. വാഹനത്തിൽ പോകുന്നവൻ നടക്കുന്നവനും, നടക്കുന്നവൻ ഇരിക്കുന്നവനും, ചെറിയവൻ വലിയവനും, ചെറിയ സംഘം വലിയ സംഘത്തിനുമാണ് സലാം പറയേണ്ടത്. ഫാസിക്കിനും മുബ്തദിഇനും സലാം പറയരുത്, മടക്കുകയും അരുത്. മലമൂത്ര വിസർജനം ചെയ്യുന്നവർ, ശൗചം ചെയ്യുന്നവർ, നിസ്കരിക്കുന്നവർ, അദാനോ ഇഖാമത്തോ വിളിക്കുന്നവർ, വല്ലതും കുടിച്ചുകൊണ്ടിരിക്കുന്നവർ, വായിൽ ഭക്ഷണമുള്ളവർ എന്നിവർക്ക് സലാം പറയൽ സുന്നത്തില്ല, മടക്കൽ അവർക്ക് നിർബന്ധവുമില്ല. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.